വിഷ്ണുശാലിനി എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. സുസ്മിത എല്ലാ സത്യങ്ങളും അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യഭാമയോടും. സീമന്തത്തിൽ കൂടാൻ വന്ന എല്ലാവരും അക്കാര്യം അറിഞ്ഞു, കള്ളഗർഭമാണ്, ഗർഭമില്ല എന്നുള്ള കാര്യം. അങ്ങനെ ശാരദ മക്കളോടൊന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്, മക്കളെ വിളിച്ച് ഇറങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ശ്യാമയെ വാ എന്ന് പറഞ്ഞ് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. ഇതേ സമയം രോഹിത് ചെന്ന് പറയുന്നുണ്ട്, ശ്യാമയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇവളെ വിട്ടുകളയില്ല, എൻ്റെ പ്രാണനാണിവൾ, മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഞാൻ ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല എന്ന് രോഹിത് പറയാണ്. ഇത് കേൾക്കുന്ന സത്യഭാമ പറയുന്നുണ്ട്, രോഹിത്, പത്മാവതി അമ്മ മരിക്കുന്ന സമയത്ത് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മരിച്ചത്. എൻ്റെ വാക്ക് നീ ധിക്കരിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പത്മാവതി അമ്മയുടെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തും ശ്യാമയ്ക്ക് ഇങ്ങനെ തല കറങ്ങുന്നുണ്ട്. ശ്യാമ ഇങ്ങനെ കിടന്ന് തല ഇങ്ങനെ കൈവച്ച് നമ്മുടെ രോഹിത്തിൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ശ്യാമ തല കറങ്ങി നിലത്ത് വീഴാണ്. അപ്പോൾ രോഹിത്തോ ആയാലും എല്ലാവരും പെട്ടെന്ന് ഓടിക്കൂടി എന്താ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്ത് പറ്റി എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ, അവർ സ്ഥിരം ഡോക്ടറാണ്, ആ ഡോക്ടർ പറയുന്നുണ്ട്, ഉള്ളിലോട്ട് കിടത്താൻ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തും എല്ലാവരും കൂടിയിട്ട് ഉള്ളിലോട്ട് പോയി, ശാലിനിയൊക്കെ കൂടെ പോയി. അതിനുശേഷം സത്യഭാമ വളരെ ദേഷ്യത്തോടും അതുപോലെ സങ്കടത്തോടും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് രാഘവേട്ടൻ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്, ഭാമേ ഒരു വട്ടം ഒന്ന് ക്ഷമിച്ചൂടെ, നീ ഒന്ന് ക്ഷമിക്കെന്ന് പറയാണ്. അപ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല, എനിക്കിതിനൊരു തീരുമാനം ഇപ്പോൾ എടുക്കണമെന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് പരിശോധിച്ചിട്ട് ശ്യാമയെയും കൊണ്ട് ഡോക്ടർ പുറത്തോട്ട് വരികയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഭാമേ, ശ്യാമയ്ക്ക് ഒരു കുഴപ്പമില്ല, ഭാമ വീണ്ടും മുത്തശ്ശിയാവാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞെങ്കിലും അതിപ്പോൾ സത്യമാവാൻ പോവുകയാണ്. ഭാമയൊരു മുത്തശ്ശിയാവാൻ പോവുകയാണ്, ശ്യാമ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട് ചെറുതായൊരു സന്തോഷം നമ്മുടെ സത്യഭാമയുടെ മുഖത്ത് ഉണ്ടെങ്കിലും വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇത് കേൾക്കുന്നതും വീണ്ടും പറയുന്നുണ്ട്, മകളെ വിളിച്ച് ഇറങ്ങിക്കൊള്ളാൻ ശാരദാമ്മയോട് പറയാണ്. എന്നാൽ ശാലിനി പറയുന്നുണ്ട്, ശാരദാമ്മേ, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ശ്യാമ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവളെ എന്തിനാ പുറത്താക്കുന്നത്, അവളെ അങ്ങനെ പുറത്താക്കരുത് എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സത്യഭാമ പറയുന്നുണ്ട്, നിനക്കെന്താ ചെവി കേൾക്കില്ലേ, ഞാനൊരു രാക്ഷസിയൊന്നുമല്ല, പിന്നെ ഒരു ചെകിട് കാണിച്ചു കൊടുത്താൽ മറു ചെകിട് കാണിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ, പിന്നെ നിന്റെ ചെവി പൊട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞത് മകളെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളാനാ പറഞ്ഞത് എന്ന് പറയാണ്. ഇനി നിനക്ക് തീരുമാനിക്കാം എല്ലാ കാര്യങ്ങളും. ശ്യാമ ദീപകിനെ കാണാൻ പോയിട്ടില്ലെങ്കിൽ നിനക്കെന്നോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാനൊന്നുമല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, ശ്യാമയെ, നിന്റെ അനിയത്തിയെ നന്നാക്കാനാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, നല്ല സ്വഭാവമാക്കാൻ. നീ അത് ശ്രദ്ധിച്ചില്ല. രണ്ടുപേരും തെറ്റ് ചെയ്യുമ്പോൾ ഏത് തട്ടിനാണ് തൂക്കക്കൂടുതലെന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല, അത് നീ തന്നെ തീരുമാനിക്കണമെന്ന് പറയാണ്. സമയമില്ല, വേഗം തീരുമാനിക്കണമെന്ന് സത്യഭാമ പറയുകയാണ്. ഇത് കേട്ട് ആകെ സങ്കടത്തിലും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ എല്ലാവരും ആകെ കൂടെ വിഷമത്തിൽ നിൽക്കുകയാണ്. പറ ശാലിനി, ആര് പോകണമെന്ന് നീ ഇപ്പോൾ പറയണമെന്ന് ശാരദാമ്മ പറയാണ്. ഇത് കേട്ട് പതിയെ സ്വരത്തിൽ ശാലിനി പറയുന്നുണ്ട്, ശ്യാമ ഇവിടെ നിന്നോട്ടെ എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും വിഷ്ണുവിന് ആകെ സങ്കടം വരികയാണ്. വിഷ്ണുവിനും എല്ലാവർക്കും ഒരുപാട് സങ്കടം വരികയാണ്. തൻ്റെ ജീവിതം ബലി കൊടുത്തിട്ട് അനിയത്തിക്കൊരു ജീവിതം ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ശാലിനി ഇത് പറയുന്നതും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അവിടെയുള്ള എല്ലാവരും. ശ്യാമ തന്നെ ഇവിടെ നിന്നോട്ടെ, ഞാൻ പുറത്തു പോകാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ അച്ഛൻ രാഘവേട്ടൻ പറയുന്നുണ്ട്, ഭാമേ, നിനക്കൊരു വട്ടമെങ്കിലും ക്ഷമിച്ചൂടെ എന്ന് പറയാണ്. അപ്പോഴും സത്യഭാമ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മാപ്പില്ല, ഇക്കാര്യത്തിൽ ഇവർക്ക് മാപ്പില്ല എന്ന് പറയാണ്. നീ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ശാരദാമ്മ പറയാണ്. എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം. എന്നിട്ട് പതിയെ സ്വരത്തിൽ അവളുടെ ചെവിയുടെ അരികത്ത് പോയി പറയുന്നുണ്ട്, മിടുക്കിയ നീ, ശ്യാമയെ തന്നെ ഇവിടെ നിർത്തിയല്ലോ, എനിക്കറിയാം നീ ആ ഒരു തീരുമാനം തന്നെയാണ് എടുക്കൂ എന്ന്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ എന്തായി, ഞാൻ നിന്നെ പുറത്താക്കുന്നതല്ല, നീ തന്നെ ഒരു തീരുമാനമെടുത്ത് നീ ഇവിടുന്ന് പോകുന്നതാണ്. ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നീ ഒഴിഞ്ഞു തരണമെന്ന് പറയുകയാണ് നമ്മുടെ ശാരദാമ്മ. ഇതെല്ലാം കേട്ട് വളരെ വിഷമത്തോടു കൂടി ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ശാരദാമ്മയോട് പറയുന്നുണ്ട്, എന്നാ അമ്മ നമുക്ക് പോവാം, വാ പോരൂ എന്ന് പറയാണ്. 2-3 വട്ടം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന വിഷ്ണു വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാനും
ഇതിലൊരു തെറ്റുണ്ട്, എൻ്റെ കയ്യിലും തെറ്റുണ്ട്, അവൾക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ അമ്മ എനിക്കും തരണം. ഇത് കേൾക്കുന്ന സത്യഭാമ പറയുന്നുണ്ട്, നീ ഞാൻ പറഞ്ഞിട്ടല്ല ഇവളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, എൻ്റെ ഇഷ്ടപ്രകാരവും അല്ല. പിന്നെ ഇവൾ ചെയ്ത തെറ്റിന് ഇവൾ പുറത്ത് തന്നെ പോകണം. അമ്മ അത് പറ്റില്ല, അവൾ എവിടെയാണ്, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവളും നിൽക്കണം. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയ്ക്കില്ലാത്ത ഒരു സ്ഥാനം എനിക്കും വേണ്ട. എൻ്റെ ഭാര്യ നിൽക്കാത്തടുത്ത് ഞാനും നിൽക്കില്ല, ഞാനും ശാലിനിയുടെ കൂടെ പോകുമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സത്യഭാമ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോവില്ല, നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. പിന്നെ ഇവളെ ഞാൻ എൻ്റെ സ്വന്തം മകളായി തന്നെയാണ് ഇത്രയും ദിവസം നോക്കിയത്. ഇവൾ ചെയ്ത തെറ്റ് നിനക്കറിയില്ല, പക്ഷേ ഇവൾക്കത് നന്നായി മനസ്സിലാകും. ഞാൻ നിന്റെ കുഞ്ഞ് ഇവളെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ ഇവളെ എൻ്റെ പ്രീതിയേക്കാൾ നന്നായി ഞാൻ ഇവളെ നോക്കിയിരുന്നു. താഴത്ത് വെക്കാതെ അതുപോലെ അത്രയും നന്നായി ഞാൻ ഇവളെ നോക്കിയിട്ടുണ്ട്. സമയത്ത് കഴിക്കാനും സമയത്ത് ഉറങ്ങാനും ഞാൻ ഇവളെ പിന്നാലെ നടന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വിതുമ്പി പൊട്ടിയാണ് സത്യഭാമ ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. അത്രയും ഞാൻ സ്നേഹിച്ചിട്ട് ഇപ്പോഴാണ് അവൾക്ക് എന്നോട് പറയാൻ ഈ ഒരു കാര്യം തോന്നിയത്. ഇത്രയും ഞാൻ സ്നേഹിച്ച് കൂടെ നടന്നിട്ട് ഒരു സമയത്തെങ്കിലും അവൾക്ക് കുറ്റബോധമുണ്ടെങ്കിൽ എന്നോട് ഇക്കാര്യം സത്യങ്ങളെല്ലാം പറയുമായിരുന്നു, ഇതുവരെ എത്തിക്കില്ലായിരുന്നു. പക്ഷേ അവൾക്ക് അതൊരു കുറ്റബോധമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അവൾ ചെയ്ത തെറ്റ് അവൾ എന്തായാലും അനുഭവിച്ചേ പറ്റൂ. അവൾ ഇവിടുന്ന് ഇറങ്ങണം, ഇനി അവൾക്കിവിടെ ഒരു സ്ഥാനമില്ല എന്ന് തറപ്പിച്ച് പറയാണ്. എന്നാൽ വീണ്ടും ഇതെല്ലാം കേട്ടും നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് ശാലിനിയെ കൈവിടാൻ പറ്റില്ല. ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ലേ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് തെളിവ് സഹിതം അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം പറഞ്ഞ് ഞാനല്ലേ കള്ളത്തരങ്ങൾ ചെയ്ത്. എനിക്കാണ് അമ്മ ശിക്ഷ തരേണ്ടത്, അവൾക്കല്ല. അവൾ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥാനം എനിക്കും വേണ്ട, ഞാൻ ഇവളെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് കൈ പിടിക്കുകയാണ്. ഇതേ സമയത്ത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ സത്യഭാമയ്ക്ക് നെഞ്ഞുവേദന വരികയാണ്. നെഞ്ഞുവേദന വന്ന് ആകെ വയ്യാതാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിഷ്ണു ഓടി വന്നിട്ട് അമ്മയെ എന്ത് പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നു സത്യഭാമ അവിടെ ഇരിക്കുകയാണ്. വല്ലാണ്ട് നെഞ്ഞ് വേദനിക്കുന്നുണ്ട്. പക്ഷെ കൂടെയുള്ള ഡോക്ടർ പറയുന്നുണ്ട്, ഹാർട്ടിന് പ്രശ്നമുള്ളതല്ലേ, ആ മരുന്ന് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും പോയി ആ സോബിട്രൈറ്റ് ഗുളിക എടുക്കുക എന്ന് പറഞ്ഞ് പ്രീതിയൊക്കെ പറഞ്ഞയച്ച് പ്രീതി ഗുളിക കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആ ഗുളിക ഒന്ന് കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യഭാമയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് കേട്ടോ. സത്യഭാമ അത് കഴിക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ പറയുന്നു, ബാമ ഇനി ഗുളിക ഈ നാക്കിൻ്റെ അടിയിൽ വെക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം വിഷ്ണുവിനെ തള്ളി മാറ്റുന്നുണ്ട്. നീ ഇവിടുന്ന് പോ, അല്ലെങ്കിൽ നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് തള്ളി മാറ്റുകയാണ് വിഷ്ണുവിനെ. അങ്ങനെ വീണ്ടും വിഷ്ണു അമ്മ എന്താ പറ്റി, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിനുശേഷം വിഷ്ണുവിൻ്റെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, വിഷ്ണു എന്ന് വിളിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ദേഷ്യത്തോടെ എന്തോ പറയാൻ ഉദ്ദേശിക്കുകയാണ് കണ്ണുകളിലൂടെ. അങ്ങനെ വിഷ്ണു പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അമ്മ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല, ഉറപ്പായിട്ടും ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് വിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ അമ്മ ഇനി മരുന്ന് കഴിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ശാലിനി പറയുന്നുണ്ട്, പ്രീതിയെ ഗുളിക തരും, ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രീതിരേന്ന് ഗുളിക വാങ്ങിച്ചിട്ട് സത്യഭാമ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ ഈ ഗുളിക കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മ ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അവസാനം ആ ഗുളിക നാക്കിനെ അടിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ അമ്മ എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ക്ഷമിക്കാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ടും സുസ്മിത വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, വളരെ ദുഃഖത്തോടു കൂടി വിഷ്ണു അവിടെ നിലത്ത് ഇരുന്നു കേട്ടോ. അങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട്, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ശാലിനി കൊടുത്തിട്ടാണ് ഗുളികയൊക്കെ വെച്ചത് കേട്ടോ. ശാലിനിയുടെ കൈകൊണ്ട് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ സത്യഭാമയ്ക്ക് ഒരു ഇഷ്ടം ശാലിനിയുടെ അടുത്തുണ്ട്. പക്ഷേ ശാലിനീനെ പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്ന് നമുക്ക് പോവാം, ഇറങ്ങാമെന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങാൻ നിൽക്കുകയാണ്. വളരെ നിസ്സഹായയോടെയാണ് നമ്മുടെ വിഷ്ണു അവിടെ നിൽക്കുന്നത്. അമ്മയുടെ ഭാഗത്തും നിൽക്കണം, ശാലിനിയുടെ ഭാഗത്തും നിൽക്കണം. ശാലിനിനെ ഒഴിവാക്കാൻ പറ്റില്ല, അമ്മേനെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വിഷ്ണു വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുന്നതാണ് എപ്പിസോഡിൻ്റെ എൻഡിൽ കാണിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റാ.